നമ്മളിന്ന് പറയാൻ പോകുന്നത് ഹിന്ദി ബാരാഖടിയെക്കുറിച്ചിട്ടാണ്. ബാരാഖടി എന്ന പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിയാലും സിമ്പിളായിട്ട് പറയുവാണ് എങ്കിൽ ചിഹ്നങ്ങൾ. നമ്മുടെ ഹിന്ദിയിൽ ബാരാഖടി എന്നും ബാർഹഖടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാളത്തിലുള്ള കാക്ക, കീക്കി, കുക്കു ഇങ്ങനെ പോകുന്ന ചിഹ്നങ്ങളില്ലേ, അതിനെ നമ്മുടെ ഹിന്ദി പറയുന്ന പേരാണ് ബാരാഖടി. അപ്പം നമുക്ക് നോക്കിയാലോ. നമ്മളിവിടെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വരാക്ഷരങ്ങളുടെ ബേസിലാണ് എപ്പോഴും എന്ത് വരുന്നത്, ചിഹ്നങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഹിന്ദിയിലെ ചിഹ്നങ്ങൾ. നമുക്കറിയാം, ആക്ക് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ എന്നതാവുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ ഒരു വരയാണ് ആ അടയാളം. ഈ ആകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയുള്ളൊരു ചിഹ്നം, ഒരു വള്ളി പോലെ, അതാണ് ഈ. ഇനി ഈ അടയാളം ആകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത വള്ളി റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ എന്താവും, ഈ. ഇനി ഊ അടയാളം നമ്മളിതേ അക്ഷരത്തിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യും, ഒരു ഹുക്ക് പോലെ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഊ അടയാളം. ഇനി ഊ അടയാളം ആകുമ്പോഴത്തേക്കും ഒരു കമഴ്ന്നിട്ടുള്ള ഹുക്ക് പോലെ, അതാണ് ഊ. ഇനി അടയാളം നമ്മൾ നേരത്തെ വരച്ച ഊ അടയാളത്തിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്നു, അതാണ് അടയാളം. എന്ന് പറയുമ്പോൾ മുകളിലായിട്ട് ചരിഞ്ഞിട്ടുള്ള ഒരു വര. ഇനി ഐ ആകുമ്പോഴത്തേക്ക് എന്താണ്, മുകളിൽ ചരിഞ്ഞിട്ട് 2 വര, അതാണ് ഐ. ഇനി ഓ ആകുമ്പോഴത്തേക്കും അതിൽ തന്നെ ചിഹ്നമുണ്ട്, കണ്ടോ, എന്താ, ഒരു വരയും മുകളിൽ ചരിഞ്ഞിട്ടൊരു വരയും. ഇനി ഔ, അതിൽ തന്നെ ഉണ്ട് ഒരു വരയും മുകളിൽ ചരിഞ്ഞിട്ട് 2 വരയും. അടുത്തെന്താണ്, മുകളിലായിട്ട് അക്ഷരത്തിൻ്റെ മുകളിലായിട്ട് ഒരു കുത്ത്, അതാണ് അം. ഇനി എന്താണ്, അക്ഷരത്തിൻ്റെ റൈറ്റ് സൈഡിൽ 2 കുത്ത്, അതാണ് ആ. ഇനി നമുക്ക് ക എന്ന അക്ഷരത്തിൽ ഈ ചിഹ്നങ്ങളൊന്ന് കൊടുത്തു നോക്കാം. ക. ഇനി കായും അടയാളവും, അപ്പോഴത്തേക്കും എന്താ, കായും അടയാളവും. ഇനി അടുത്ത് കി, കായും ഈ അടയാളവും, അതായത് ലെഫ്റ്റ് സൈഡിൽ ആ വള്ളി കി. ഇനി അടുത്ത് കീ, കായും പിന്നെന്താ റൈറ്റ് സൈഡിൽ ആ വള്ളി കീ. ഇനി അടുത്ത് കായും അടയാളവും, എന്താ, ഒരു ഹുക്ക് പോലെ കൂ. ഇനി അടുത്ത് കായും അടയാളവും, അടയാളം നമുക്ക് കൊടുക്കാം, കൂ. അടുത്ത് കായും എന്താണ്, അടയാളവും, അടയാളം കൂടെ നമ്മൾ കൊടുക്കുന്നു, കിർ. അടുത്ത് കായും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, അടയാളം, കെ. അടുത്ത് നമ്മളതേ കായും അതിൻ്റെ കൂടെ ഐ അടയാളം, മുകളിലായിട്ട് 2 വര, കൈ. അടുത്ത് കായും എന്താ, താഴെ ഒരു വരയും മേലെ ചരിഞ്ഞൊരു വരയും, കോ. അടുത്ത് കായുടെ കൂടെ എന്താ, ഔ അടയാളം, ഒരു വരയും മേലെ ചരിഞ്ഞ് 2 വരയും, കൗ. ഇനി കായുടെ കൂടെ അടയാളം, എന്താ, മുകളിലായിട്ടൊരു കുത്ത്, കം. ഇനി കായും റൈറ്റ് സൈഡിലായിട്ട് എന്താണ്, 2 കുത്ത്, ക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ക. അതുപോലെ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കാ. ഈ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കി. ഈ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കീ. അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കു. അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കൂ. അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കിർ. അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കെ.
ഐ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കൈ. ഓ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കോ. ഔ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കൗ. അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കം. ആ അടയാളം കായുടെ കൂടെ ചേരുമ്പോൾ കാ. അപ്പം നമുക്ക് മാ എന്ന അക്ഷരത്തിൽ കൂടെ ചിഹ്നങ്ങളൊന്ന് കൊടുത്ത് എഴുതി നോക്കാം.